ഭഗവതി, എന്തൊരു ജാടായിരുന്നു അവക്ക്. നീ കേട്ടോ രാധമ്മേ, ഋതികാ മാഡത്തിന്റെ അപ്പച്ചി അംബികാ മാഡം കപ്പലണ്ടി കുറിക്കത്തില്ല, പക്കാവട തിന്നത്തില്ല, മുറുക്ക് തൊടത്തില്ല. ഓ, മുടിഞ്ഞ ജാടം. അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടാലേ തീപ്പെട്ടുപോയ പഴയ റാണി ലക്ഷ്മിഭായിയാന്ന് തോന്നും. മറ്റുള്ളവരെയൊക്കെ അവർക്ക് പുച്ഛോ, വെറും പുച്ഛം. ഒരുമാതിരി അവജ്ഞയോടെയൊക്കെയാ നമ്മളെയൊക്കെ കാണുന്നത്. അവരെന്റെ അളിയന്റെ അപ്പച്ചി ആയോണ്ട്, ഇല്ലെങ്കിൽ അമ്മയോടൊപ്പം കൂടി ഞാനും 4 വർത്താനം പറഞ്ഞത്. പാല് കച്ചവടം നടത്തി നടന്നവളാ അവള്. അവളാ എന്റെ അടുത്ത് പുട്ട് കച്ചവടോട്ട് വന്നത്. പശുക്കറയായിരുന്നു അവക്ക് ജോലി. എന്നിട്ട് കൊച്ചമണി എടുത്ത അവളുടെ അഹങ്കാരം. ഞാൻ കണ്ട വീടുകളിൽ തിണ്ണ തൂത്ത് നടന്നു, അവള് പാല് വിറ്റും നടന്നു. അല്ലാതെ ഞങ്ങള് തമ്മിൽ എന്തോന്നാ വ്യത്യാസം? ജയന്റെ അമ്മേ, എന്താ അച്ഛാ? നമ്മള് പോകുന്നതേ പാണ്ഡവപ്പാറ എന്ന ഒരു നാട്ടുംപുറത്തേക്കാ. കാടിനോട് ചേർന്നുള്ള ഒരു നാടാണ് പാണ്ഡവപ്പാറ. യഥാർത്ഥത്തിൽ ഈ സൂര്യമംഗലം കൊട്ടാരം ഈ പാണ്ഡവപ്പാറയിലല്ല, അതങ്ങ് കൊച്ചിയില. ഇത് പഴയ രാജാക്കന്മാരുടെ ഒരു വേനൽക്കാല വസതിയാ. പക്ഷേ മഹാദേവ വർമ്മ സാറ് പതുക്കെ പതുക്കെ പാണ്ഡവപ്പാറയെ 2 ആക്കി മാറ്റി. അല്ല, അപ്പൊ എവരോ ഈ അംബിക വർമ്മ? അതൊക്കെ കഥ വേറെയാ. അംബിക മാഡത്തെ കുറിച്ച് പാണ്ഡവപ്പാറയിൽ ചെല്ലുമ്പോ നിങ്ങൾ കേൾക്കാത്ത പലതും കേൾക്കും. പണ്ട് മഹാദേവ വർമ്മ സാറിന്റെ കോവിലകത്ത് പാല് വിറ്റ് നടന്നിട്ടുണ്ടാവാം. പക്ഷേ അംബിക വർമ്മ ഇന്നതല്ല. അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നിങ്ങൾ നടിച്ചേക്കണം. അവരൊരു ഭയങ്കരിയാണെന്ന കാര്യം നിങ്ങൾ ആരും മറക്കരുത്. സരിത്, അപ്പോ ഫലത്തിൽ നിങ്ങളുടെ പേരിലുള്ള കൃഷിസ്ഥലം അങ്ങേര് കൈയേറിയിരിക്കുന്നു. അതെ അമ്പ്ര. പ്രതാവാ, സർ, ഇന്ന് തന്നെ നമുക്ക് അവരെ കാണണം. നീ എന്നെ ഒന്ന് ഓർമ്മിച്ചാ മതി. ശരി സർ. നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളൂ. ഇന്ന് തന്നെ അതിന്റെ തീരുമാനം ഉണ്ടാവും. നമസ്കാരം തമ്പ്ര. അങ്ങനെ എന്നും കുടിച്ചിട്ട് വരും. കുടിയിൽ എന്നും തല്ലും വഴക്കോ തമ്പ്ര. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല തമ്പ്ര. തമ്പ്രാൻ എന്തേലും ചെയ്തു തരണം. സർ, അത് ശരി, അവൻ അത്രയ്ക്കായോ?
പ്രതാവാ സർ. അനുസരിച്ചില്ലെങ്കിൽ 2 കൊടുത്തിട്ട് പിടിച്ച് കെട്ടിയിട്. ആ. എന്നിട്ട് എന്നെ വിവരം അറിയിക്കേ. ശരി സർ. ഞാൻ വരാം. ആ. ചെല്ല്. വേണ്ട. ഇന്ന് തന്നെ അതിന് തീരുമാനം ഉണ്ടാവും. ആ ചേട്ടനും കൂടെ വാ. നടക്ക. ചെല്ല്. നീ തന്നെയാണ് പ്രതാപം. നീ ഇലക്ഷനിൽ മത്സരിക്കണം, മന്ത്രിയാവണം. ചതിച്ചോ ദൈവമേ. ഇല്ല സർ, ഞാൻ അതിനൊന്നിനുമില്ല. സാറിന്റെ തണലിലാണ് ഞാൻ വളർന്നത്. ഈ തണലിൽ തന്നെ ഞാൻ മരണം വരെ നിൽക്കും. എനിക്കെല്ലാം എന്റെ മഹാദേവവർമ്മ സാർ. അങ്ങനെ പറഞ്ഞാ പറ്റൂ പ്രതാപ. നിനക്കൊരു കരിയർ വേണ്ടേ? അസാമാന്യ കഴിവും ബുദ്ധിശക്തിയുള്ളവനാ നീ. ഞാൻ നിന്നിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണം നിന്നിൽ യാതൊരു സ്വാർത്ഥമോഹങ്ങളില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടത് അവരെ സ്നേഹിക്കുകയും അവർക്ക് സംരക്ഷണമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു ജനനായകനെയാ. അല്ല, അത് ദൈവം ഓരോരുത്തർക്കും ജന്മം കൊടുത്തിരിക്കുന്നത് ഓരോരോ ലക്ഷ്യം നടപ്പാക്കാനാണ്. നിന്റെ ലക്ഷ്യം രാഷ്ട്ര സേവനമാണ്, കളങ്കരഹിതമായ രാഷ്ട്രസേവനം.